all, welcome to CC Cyber Campus. ഞാൻ അതുല്യ. നമുക്ക് ഇന്നൊരു രജിസ്ട്രേഷൻ ഫോം അല്ലെങ്കിൽ ഒരു ലോഗിൻ ഫോം നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ പാസ്വേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ലോഗിൻ പേജ്, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സബ്മിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പൈത്തൺ ഫയൽ എടുക്കുന്നു. അതിന് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നത് ഞാനൊരു രജിസ്ട്രേഷൻ ഫോം, റെജ് ഫോം എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. സോ നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ടിൻഡർ പാക്കേജ് ആണ് വേണ്ടത്. സോ നമുക്ക് ടിൻഡർ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഇമ്പോർട്ട് ചെയ്ത സാധനത്തിൽ നിന്നും എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രം ടിൻഡർ ഇമ്പോർട്ട് സ്റ്റാർ. അപ്പൊ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും, ടിൻഡറിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. ഈ ടിൻഡർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ ടിൻഡർ എന്ന് കൊടുത്തിട്ട് ടിൻഡർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്തു. റൂട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ജിയോമെട്രിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ വരാൻ പോകുന്ന ഫ്രെയിം എന്ന് പറയുന്നത് എത്ര വിഡ്ത്തും എത്ര ഹൈറ്റും വേണം എന്നുള്ളതാണ്. 600 × 400 നമ്മൾ കൊടുത്തു. ദെൻ നമുക്ക് ഇതൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് root.main loop കൊടുക്കണം. സോ ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഫ്രെയിം വരുന്നത് എന്നുള്ളത്. ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ ഫ്രെയിം എങ്ങനെയാണ് 600 × 400. ഇനി നമുക്ക് ഇതിൽ ഓരോ ഫീൽഡുകളും കൊടുക്കണം. നമ്മളൊരു ലോഗിൻ ഫോം, രജിസ്ട്രേഷൻ ഫോം ആണ്. സോ ഫീൽഡുകളും ടൈപ്പ് ചെയ്യാനുള്ള ഫീൽഡുകളും ഒക്കെ നമുക്ക് ഇതിൽ വേണം. ദെൻ ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു ലേബൽ കൊടുക്കണം. സോ ലേബൽ എന്താണ്? റൂട്ട് കോമ, അതിലേക്ക് ഒരു ടെക്സ്റ്റ് വേണം. ആ ടെക്സ്റ്റിന് ഞാൻ രജിസ്ട്രേഷൻ ഫോം എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് അതിനൊരു ഫോണ്ട് കൂടെ വേണം. രജിസ്ട്രേഷൻ ഫോം എന്ന് കൊടുക്കാം. ദെൻ അതിനൊരു ഫോണ്ട് വേണം. ഫോണ്ട് ഞാനിവിടെ കൊടുക്കുന്നത് AR15 ബോൾഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും പ്ലേസ്ഡ് ആക്കണം അല്ലെ? സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രിഡ് കൊടുക്കാം. എത്രാമത്തെ റോയില് എത്രാമത്തെ കോളത്തിലാണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ റോ 0 കോളം 3 കൊടുത്തു നോക്കാം. ഇനി വീണ്ടും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ? സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടല്ലോ രജിസ്ട്രേഷൻ ഫോം അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഫീൽഡുകൾ കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് നെയിം ഫീൽഡ് കൊടുക്കാം. നെയിം ഈക്വൽ ടു ലേബൽ ബ്രാക്കറ്റില് റൂട്ട് കോമ, എന്താണ് ടെക്സ്റ്റ് വരേണ്ടത്? ആ ഒരു ലേബലിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിം ആണ്. സോ നെയിം എന്ന് കൊടുക്കുന്നു. ദെൻ ഇതുപോലെ നമുക്ക് എത്ര ഫീൽഡുകൾ വേണം അത്രയും നമ്മൾ കൊടുക്കണം. സോ ഞാനിവിടെ ഒരു 4 ഫീൽഡിനാണ് കൊടുക്കുന്നത്. സോ ഞാൻ 4 എണ്ണം പേസ്റ്റ് ചെയ്യാണ്. നെയിം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. സോ ആ ഫീൽഡിൽ നമുക്ക് ഫോൺ നമ്പർ എന്ന് കൊടുക്കാം. ദെൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോൺ നമ്പർ ആയിരിക്കും. സോ ടെക്സ്റ്റ് നമുക്ക് മാറ്റിയിട്ട് ഫോൺ നമ്പർ കൊടുക്കാം. ദെൻ ഇമെയിൽ ആണ് നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഇമെയിൽ ടെക്സ്റ്റ് ടൈപ്പും ഇമെയിൽ ആണ്. ദെൻ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. ലൊക്കേഷൻ അതിന്റെ ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. ഓക്കെ, ഇത്രയും ഫീൽഡുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഒന്നും വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മൾ അതിനെ പ്ലേസ്മെന്റ് കൊടുത്തിട്ടില്ല, എവിടെ വരണം കൊടുത്തിട്ടില്ല. സോ നെയിം ഡോട്ട് ഗ്രിഡ് എവിടെ വരണം എന്നുള്ളത് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിൽ എന്ത് കൊടുക്കാം? റോ ഓൾറെഡി നമ്മൾ 0 ലേബൽ കൊടുത്തിട്ടുണ്ട്. സോ 1 എടുക്കാം. കോളം നമ്മൾ 3 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 2 കൊടുക്കാം. 2 കൊടുത്തു. then ഇതുപോലെ തന്നെ നമ്മൾ ഫോൺ നമ്പറിനും ഇമെയിലിനും ലൊക്കേഷനും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ റോന്റെ വാല്യൂ മാത്രമേ താഴെ വരണം എന്നുണ്ടെങ്കിൽ റോന്റെ വാല്യൂ മാത്രമേ മാറുള്ളൂ. ഫോൺ നമ്പർ കൊടുക്കാം. ദെൻ ആ ഫോൺ നമ്പറിന്റെ റോ ഏത് വരും? ഫോൺ നമ്പർ റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആയിരിക്കും. ദെൻ ഇമെയിൽ കൊടുക്കാം. റോ 3. ദെൻ ലൊക്കേഷൻ റോ 4. ഇപ്പൊ നമ്മൾ ഫീൽഡുകൾ വന്നു അല്ലെ? നമ്മുടെ ഫീൽഡുകളെല്ലാം തന്നെ ഇതിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് വേണം അല്ലെ? സോ നമ്മൾ നെയിം വാല്യൂ, അതിന്റെ മുന്നേ നമുക്ക് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ നെയിം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും അല്ലെ? നെയിം സ്ട്രിങ് ആയിരിക്കും, ഫോൺ നമ്പർ സ്ട്രിങ് ആയിരിക്കും, മെയിൽ സ്ട്രിങ് ആയിരിക്കും, ലൊക്കേഷൻ സ്ട്രിങ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. ഫോൺ വാല്യൂ സ്ട്രിങ് വാർ, വാരിയബിൾ എന്ത് ടൈപ്പാന്നുള്ളതാണ് കൊടുക്കുന്നത്. അതുപോലെ ഇമെയിൽ വാല്യൂ ഈക്വൽ ടു സ്ട്രിങ് വാർ, ലൊക്കേഷൻ ഈക്വൽ ടു സ്ട്രിങ് വാർ. ഇനി അതുപോലെ നമ്മൾ പുതിയൊരു വാല്യൂയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. പുതിയൊരു വാല്യൂ എന്ന് പറയുമ്പോൾ ചെക്ക് ബട്ടണിന്റെ ഒരു വാല്യൂ ആണ്. സോ ചെക്ക് വാല്യൂ എന്ന് കൊടുക്കാം. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചെക്ക് വാല്യൂ അത് പക്ഷെ ഒരു നമ്പർ ആണ്. ഇതിൽ നമുക്ക് 0, 1 എന്ന് മാത്രമേ വരുള്ളൂ. സോ നമ്പർ കൊടുക്കാം. ഇന്റ് ബാർ ആണ് കൊടുക്കുന്നത്.
ഞാനിപ്പോൾ വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് ഫീൽഡുകൾ കൊടുക്കണം അല്ലേ? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ് കൊടുക്കണം. നെയിം എൻട്രി, അതിന് നമ്മൾ എൻട്രി എന്നാണ് പറയുക. സോ നെയിം എൻട്രി ഈക്വൽ ടു എൻട്രി ബ്രാക്കറ്റിൽ റൂട്ട് കോമ ടെക്സ്റ്റ്, എന്താണ് ആ എൻട്രിയിൽ ടെക്സ്റ്റ് വരേണ്ടത് എന്നുള്ള ടെക്സ്റ്റ് വാല്യൂ എന്താണെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സോ ടെക്സ്റ്റ് വാല്യൂബിൾ നെയിം എൻട്രിൻ്റെത് നെയിം വാല്യൂ ആണ്. സോ നമ്മൾ നെയിം വാല്യൂ കൊടുക്കുന്നു. ദെൻ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാത്തിനും കൊടുക്കണം. കോപ്പി ചെയ്തിട്ട് 4 എണ്ണം പേസ്റ്റ് ചെയ്യാണ്. 4 എണ്ണം പേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നെയിം എൻട്രി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എൻട്രി, ഫോൺ നമ്പർ എൻട്രി, ദെൻ ഇമെയിൽ എൻട്രി. സോറി, ഞാൻ ഇമെയിൽ വാല്യൂ കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ലൊക്കേഷൻ വാല്യൂ ആണ്. ദെൻ നമുക്ക് ലൊക്കേഷനും കൊടുക്കാം. സോറി, എൻട്രി എന്നും കൂടെ ഉണ്ട് കേട്ടോ. ഫോൺ നമ്പർ എൻട്രി, ഇമെയിൽ എൻട്രി, അതുപോലെ തന്നെ ലൊക്കേഷൻ എൻട്രി. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എൻട്രികൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ അത് വരില്ല അല്ലെ? കാരണം എന്താ, നമ്മൾ അതിനെയും പ്ലേസ് ചെയ്തിട്ടില്ല. സോ അതിന് നമുക്ക് ഗ്രിഡ് കൊടുക്കണം. ഇപ്പൊ നെയിം എൻട്രി ഡോട്ട് ഗ്രിഡ്, നേരത്തെ നമ്മൾ റോ 0 അല്ലെ, 0യിൽ നമ്മൾ ഓൾറെഡി ലേബൽ കൊടുത്തിട്ടുണ്ട്. 1 ആണ് നമ്മുടെ നെയിം കൊടുക്കുന്നത് അല്ലെ? റോ ഈക്വൽ ടു 1ഉം കോളം ഈക്വൽ ടു 3. അതായത് 2ൽ നമ്മൾ എന്ത് കൊടുത്തു, ലേബൽ കൊടുത്തിട്ടുണ്ട്. സോ കോളം വരേണ്ടത് എവിടെയാണ്, 3rd കോളത്തിലാണ്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഫീൽഡിനും ഇതുപോലെ നമുക്ക് എൻട്രി കൊടുക്കാം. സോ നെയിം എൻട്രി കഴിഞ്ഞു, ഫോൺ എൻട്രി, ഫോൺ നമ്പർ എൻട്രി കഴിഞ്ഞാൽ ഇമെയിൽ എൻട്രി, അതുപോലെ റോ 3യിലാണ് വരിക. ദെൻ ലൊക്കേഷൻ എൻട്രി. അപ്പൊ നമ്മൾ ഇതിനെല്ലാം പ്ലേസ് ചെയ്തു. റോ 4ലാണ് വരിക. നമുക്ക് ഇനി എന്തൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ എല്ലാത്തിനും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഫ്രേസ് വന്നല്ലോ. സോ നമുക്ക് ഇനി ഇതിലൊരു ചെക്ക് ബോക്സ് വരണം, അത് കൊടുക്കാം ഇനി. അതായത് എല്ലാം കൊടുത്തോ, സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ചെക്ക് ബോക്സ്. ആർ യു റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് ബോക്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെക്ക് ബോക്സിന് വേണ്ടിയിട്ട് ചെക്ക് ബട്ടൺ ഈക്വൽ ടു ചെക്ക് ബട്ടൺ, എന്താണ് ടെക്സ്റ്റ്, അതിൽ വരേണ്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് റിമെമ്പർ മീ എന്നുള്ളതാണ്. സോ ഞാൻ റിമെമ്പർ മീ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ അതിന്റെ വാരിയബിൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വേരിയബിൾ ചെക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ അത് കൊടുക്കാം. ദെൻ ഇതിന് നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കണം. സോ ചെക്ക് ബട്ടൺ ഡോട്ട് ഗ്രിഡ് റോല്, ഏത് റോല വരിക, നമ്മൾ നേരത്തെ 4 റോ വരെ കൊടുത്തു. സോ റോ 5 കൊടുക്കാം. അതുപോലെ തന്നെ കോളം എന്ന് പറയുന്നത് 3 കൊടുക്കാം. ദെൻ ഇപ്പൊ നമുക്ക് ചെക്ക് ബോക്സും ആയി. ഇതൊന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ ചെക്ക് ബോക്സ് വന്നല്ലോ. ഇനി നമുക്ക് ഒരു സബ്മിറ്റ് ബട്ടണും കൂടെ വേണം. സോ നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാൻ പോവാണ്. ബട്ടൺ ടെക്സ്റ്റ്, എന്ത് ടെക്സ്റ്റാണ് നമുക്ക് ബട്ടണിൽ വരേണ്ടത്, റൂട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു സബ്മിറ്റ്. നമുക്കൊരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. കാരണം ടെക്സ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ കൊടുക്കണം. സോ അതാണ് ഗെറ്റ് വാൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ നമുക്ക് ഇതിനും ഗ്രിഡ് കൊടുക്കണം. ഏത് റോല, നമ്മൾ റോ 5 വരെ ചെക്ക് ബോക്സ് കൊടുത്തു അല്ലെ? സോ റോ 6 കൊടുക്കാം. റോ 6ൽ കോളം 3 തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് ഗെറ്റ് വാൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാരണം എന്ത് കമാൻഡാണ്, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഡിഫ് ഗെറ്റ് വാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഗെറ്റ് വാൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ എന്താണ്, ജസ്റ്റ് പ്രിന്റിൽ സബ്മിറ്റഡ് എന്നോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. സബ്മിറ്റഡ് ആണ് കൊടുക്കുന്നത്. നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടോ, ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. വാല്യൂസ് കൊടുത്തതിന് ശേഷം ഇമെയിൽ കൊടുക്കാം, ലൊക്കേഷൻ കൊടുക്കാം. ദെൻ റിമെമ്പർ ബി ടിക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചെക്ക് ബോക്സ് ആണ്. സബ്മിറ്റ് കൊടുക്കുമ്പോൾ താഴെ കാണാലോ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ അത് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലെ? നമ്മുടെ ടെർമിനൽ അത് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽഡ് കൊടുക്കാതെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.